പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി ഓണമായിതാം തിരുവോണമായിതാം പാടിയാടിവാം മലർമേടിറങ്ങിവാ പൂവ് നുള്ളിവാൻ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീൻ മുളം കാട്ടിനുള്ളിലും ഓണവില്ലുളി മുഴങ്ങുന്നു പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എന്തൊക്കെയുണ്ട് അവിടെ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇന്നലെയൊക്കെ നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. പിന്നെതാ രാവിലെ നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഉണങ്ങിയത് പകുതി ഉണങ്ങിയതും ഉണങ്ങാത്തതും ഒക്കെ ഉണ്ട് വാഷിംഗ് മെഷീനിൽ കിടക്കുന്നത്. അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാമല്ലോ. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ വെയിലൊക്കെ മാറും കേട്ടോ. ഏത് നിമിഷം വേണമെങ്കിലും ഒക്കെ മൂടി ഇരുട്ടത്തി മഴയൊക്കെ വരും. അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അയലൊക്കെ ഒന്ന് നേരത്തെ തന്നെ തോരടാൻ നിൽക്കുകയാണ് കേട്ടോ. ഒന്ന് ഉണങ്ങി കിട്ടിയ സമാധാനമാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ എങ്ങനെയാണെങ്കിലും ആ വെയിലിൽ ഉണങ്ങണ ആ ഒരു സുഖം നമുക്ക് ഇവിടെ ഇവിടെ ഇട്ടുണക്കിയാൽ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഞാൻ നേരത്തെ ഇറങ്ങി ആദ്യം അയലിലൊക്കെ ഒന്ന് ഇടട്ടെന്ന് കരുതിട്ടോ. മഴക്കാർ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, എന്നാൽ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണ മലപ്പുറംകാരെ ഭക്ഷണം ദോശ, അതുപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പം മുട്ട റോസ്റ്റും ദോശയാക്കാമെന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ മുന്നേ മോന് ജിമ്മിന് കഴിഞ്ഞ് വരുമ്പോൾ അവന് മുട്ടയാവും, ദോശയ്ക്ക് കൂട്ടാനും ആവുമല്ലോ. ഞാൻ ആശുകൂട്ടനും ദോശ മുട്ടയൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇപ്പോൾ വരാം കേട്ടോ. അതിൻ്റെക്ക് മീൻ കൊണ്ട് ആൾ വന്നിട്ടോ. അപ്പോൾ ഓടി പോയി കുറച്ച് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഇന്ന് ബെത്തലാണ് കേട്ടോ കിട്ടിയത്. നമ്മളവിടെ ബെത്തലാണെന്നാണ് പറയണത്. അപ്പോൾ മുരിങ്ങക്കായ ഉണ്ട്, മുരിങ്ങക്കായും ബെത്തലോട്ടിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ആശുക്കുട്ടനെ പ്രസവിച്ച് കിടക്കുന്ന ടൈമിൽ ആശുക്കുട്ടനെ നോക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുള്ളൊരു താത്തയായിരുന്നു ഇവിടെ നിന്നിരുന്നത് കേട്ടോ. ആ താത്താൻ്റെ അടുത്ത് നിന്ന് കിട്ടിയൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവരുടെ തിരുവനന്തപുരത്തൊക്കെ അവർ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറിയാണെന്ന് പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചട്ടിയിലേക്ക് ഒരു തക്കാളി, അതുപോലെ 2 പച്ചമുളക് കീറിയത്, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുള്ളി ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ കുറച്ച് ചെറുള്ളി ഉണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ, അതുപോലെ മുരിങ്ങക്കായ, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങക്കായ ഒരു പകുതി വേവിക്കണം കേട്ടോ. ഒരു ഹാഫ് വേവ് മതി. പിന്നെ നമ്മൾ മീനിടും. അപ്പോൾ ഹാഫ് വേവായിട്ട് മീനിട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ചോറിലുണ്ടായാൽ നമുക്ക് വേറെ ഒരു മീൻ പൊരിൻ്റെയോ പപ്പടത്തിനൊന്നും ആവശ്യമില്ല. പപ്പടം ഉണ്ടായ ടേസ്റ്റാണ് കേട്ടോ. മീൻ കറി ഉണ്ടാകുമ്പോൾ ഒരു പപ്പടം ഉണ്ടായ ടേസ്റ്റാണ്. അപ്പോൾ മീൻ പൊരിൻ്റെ ആവശ്യമൊന്നും ഉപ്പേരി ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ പൊരിക്കാനെടുക്കുന്നുണ്ട്. മക്കൾക്ക് കറി ഉണ്ടായാലും ഒരു പൊരി വേണം. അപ്പോൾ അവർക്ക് ചോറ് തിന്നുമ്പോൾ അത് പൂർത്തിയാകുള്ളൂ. അപ്പോൾ കറി അടുപ്പത്ത് വെച്ച് മുരിങ്ങക്കായ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മീനിട്ട് കൊടുക്കാം. ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ബത്തൽ മീൻ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വേവുന്ന സാധനമാണല്ലോ, ചെറിയ മീനാണല്ലോ. ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബാക്ക് പെയിനൊക്കെ ആയിരുന്നിട്ട്, അതുകൊണ്ടാണ് കുറേ വീഡിയോസൊന്നും ഇടാതിരുന്നത് ഞാൻ.
നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരക്കുന്നതിന് മുമ്പ് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തേങ്ങ അരക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ തേങ്ങ അരക്കാതെ ഇങ്ങനെ കടുകും കറിവേപ്പ് വറുത്തിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാം. പക്ഷെ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരക്കുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ തേങ്ങയിലേക്ക് ഒന്നും ഇട്ടിട്ടില്ല, ഒരു തേങ്ങ മാത്രം അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി കടുക് കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തത് കുറച്ച് കുറവായിരുന്നു, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പിൻ്റെ ഇല വറുത്തൊഴിച്ച് കൊടുക്കുക. നല്ല സൂപ്പറായിട്ടുള്ള കറി റെഡിയായി. അപ്പോൾ മുരിങ്ങാക്കായൻ്റെ ഈ മീനിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ മുരിങ്ങാക്കായ കഴിക്കാൻ തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ്, പ്രത്യേക രസമാണ്. ഇടയിൽ എൻ്റെ ആശുക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് മഞ്ചേരി പോയി വരണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. മഞ്ചേരിയിൽ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഓഫറിലൊക്കെ കിട്ടുന്നൊരു കട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയും അനിയത്തിയും കൂടി നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് കരുതി പോവാണ്. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലാനിങ്ങൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ പെയ്യാണ്ടിരിക്കും, പക്ഷെ ആകാശം നോക്കിയിട്ട് നല്ല മഴക്കോള് കാണുന്നുണ്ട്. അതിനിടയ്ക്ക് അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ കേക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നല്ല അടിപൊളി കേക്കൊക്കെ കഴിച്ചു. ഇത് മാംഗോ ഫ്ലേവറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ ഫ്ലേവറിലുള്ള കേക്ക് കഴിക്കുന്നത്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, അതുപോലെ മറ്റേ ബട്ടർ സ്കോച്ച് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. മാംഗോൻ്റെത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയായി അവിടെ എത്തിയപ്പോൾ അത് നമ്മുടെ പാണ്ടിക്കാട് റോഡിൽ അങ്ങേ തലക്കലായിട്ടാണ് കേട്ടോ. പാണ്ടിക്കാട് റോഡിൽ അങ്ങേ തലക്കലായിട്ടാണ്. നമ്മുടെ പണ്ടത്തെ വി മാർട്ടിൻ്റെ ഒക്കെ അവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ പോയിട്ട് വന്നതാണ് ഈ കട. അപ്പോൾ 40 രൂപ മുതൽ 199 രൂപ മുതൽ 99 രൂപ മുതൽ എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങളും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നറിയാലോ. നമ്മുടെ മഞ്ചേരിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് കാണാതിരിക്കുന്നത് മോശമല്ലേ. ഒരുപാട് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കുട്ടികൾക്കുള്ള കുടകൾ, ഒരുപാട് ബക്കറ്റുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ 199 രൂപക്ക് കുട ഉണ്ട്. നല്ല അത്യാവശ്യം വലിയ കുട തന്നെയാണ്. നല്ല ബ്ലാക്ക് കളറായിട്ടും ഡിസൈനിലും മെറൂണിൽ പല കളേഴ്സിലുണ്ട് കുടകൾ. അപ്പോൾ ഉമ്മ ഒരു കുട എടുത്തു, അതുപോലെ ഞാനും ഒരു കുട എടുത്തു. വലിയ മോനൊരു കുട വേണം, വീട്ടിൽ കുട കുറവായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല, 2 കുട 3 കുടയൊക്കെ എടുക്കണമെന്ന് കരുതി. പക്ഷേ ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. എങ്ങനെയുണ്ട് എന്നറിയാതെ എല്ലാം കൂടി എടുക്കണ്ടെന്ന് കരുതി. അപ്പോൾ ഒന്നെടുത്ത് പോന്നു. ഇത് ടോയ്സിൻ്റെ സെക്ഷനാണ്. ആശുക്കുട്ടൻ കണ്ട അതെല്ലാം വേണ്ടി വരും. അതുപോലെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പോയി നോക്കണം എന്നുള്ളവർക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ മഞ്ചേരി തന്നെ ആയതുകൊണ്ട് എളുപ്പമുള്ളവർക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വേണ്ടതൊക്കെ ഒന്ന് വാങ്ങാം കേട്ടോ. ഇത് പ്ലേറ്റുകൾ, അതുപോലെ ട്രേ, അങ്ങനെ സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ പ്ലേറ്റിനൊന്നും വലിയ വിലക്കുറവായിട്ടൊന്നും തോന്നിയില്ല. ഈ വാഴൻ്റെ ഇലേൻ്റെ ഈ ഡിസൈനിലുള്ള പ്ലേറ്റിനൊക്കെ ഒന്നിന് 99 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ വിലക്കുറവിലൊന്നും എനിക്ക് തോന്നിയില്ല. പ്ലേറ്റ്, ഗ്ലാസ്സൊന്നും എനിക്ക് വിലക്കുറവായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഒരുപാട് ഡിസൈനിലുള്ളതുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പച്ച, ചുവപ്പ്, മഞ്ഞ, കറുപ്പ് ഒക്കെ ആയിട്ട്. അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട്. 69 രൂപ പ്ലേറ്റിന് കേട്ടോ. ഇച്ചിരി കൂടി അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ്, അതിന് 99 രൂപ ഉണ്ട്. അതുപോലെ കുറേ മോഡ്സ് ഉണ്ട്, ചൂലും കാര്യങ്ങളും അങ്ങനെയുണ്ട്. ബ്രഷ് ഉണ്ട്, ബാത്തും ബ്രഷ് ഉണ്ട്, മിററുണ്ട്,
ഒരുപാട് ഡിസൈനുള്ള മിററുണ്ട്, ഒരുപാട് ബക്കറ്റുകളുണ്ട് കേട്ടോ. അതുപോലെ ഗ്ലാസ്സുകൾ, ജ്യൂസ് ഗ്ലാസ്, അതേപോലെ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകൾ, ഒരുപാട് ഭരണികൾ. നമ്മൾ അച്ചാറുണ്ടെങ്കിൽ അതുപോലെ പഞ്ചസാര, ഉപ്പോ നമ്മൾ പൊടികളൊക്കെ ഇട്ടെടുക്കണമെങ്കിൽ ഒരുപാട് ഭരണികളുണ്ട്. 49, 69 ഈ ഒരു റേറ്റിലാണ് കേട്ടോ ഈ ഭരണികളൊക്കെ ഉള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, പല കളറിലുമായിട്ട് ഒരുപാട് ഭരണികളുണ്ട്. 79 രൂപ, 69 രൂപ. അതുപോലെ ലേഡീസ് ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിയതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാനൊന്ന് വാങ്ങിയാൽ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അടുത്ത് വാങ്ങിയതുകൊണ്ട് വെറുതെ പൈസ ചിലവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഒരേ ഡിസൈനിൽ 3-4 കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഈ ബാഗ്. എനിക്ക് ആ ബാഗ് നല്ല ഇഷ്ടമായി. ഞാനിപ്പോൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാനൊന്ന് വാങ്ങിയേനെ. നല്ല കളറല്ലേ. അപ്പോൾ വാങ്ങി. ഞാൻ കുറച്ച് സാധനമേ വാങ്ങിയിട്ടുള്ളൂ, ഉമ്മയും കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. അവരവിടെ ഇറക്കി കൊടുത്തിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് വരാൻ. ആശിക്കുട്ടന് ഒരു ഗണ്ണ് വാങ്ങി, ഗണ്ണല്ല മോനൊരു ഗണ്ണ് വാങ്ങി. അതുപോലെ ആശിക്കുട്ടനൊരു പിന്നെ ഒരു ലോറി വാങ്ങിയിട്ടോ. അത് മോനൂസിൻ്റെ ഗണ്ണാണ്, 99 രൂപ. ഞാൻ ഉമ്മാനൊക്കെ വീട്ടിലിറക്കി കൊടുത്തിട്ട് തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ എത്തി. എന്നാൽ ഞാൻ വാങ്ങിയ വേസ്റ്റ് ബോക്സാണ്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, 199 രൂപ. അതുപോലെ കുട നല്ല കുടയാണ് കേട്ടോ. ഞാനത് വാങ്ങാതിരുന്നത് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ 2 വാങ്ങാതിരുന്നത്. അപ്പോൾ നല്ല കുടയാണ് കേട്ടോ. പോവാത്തതിൽ മഞ്ചേരിയിൽ പോകുമ്പോൾ ഒന്ന് പോയി നോക്കും.